അവരും ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. ഇവിടെ വന്നപ്പോൾ പ്ലാസ്റ്റിക് ഉരുക്കി ഭക്ഷണത്തിനോടൊപ്പം ചേർക്കുന്നതായിട്ടാണ് കണ്ടത്. എണ്ണയ്ക്കകത്ത് സർക്കാരിൻ്റെ കർശന വ്യവസ്ഥയുള്ളതാണ്. ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് കോർപ്പറേഷൻ അറിയിക്കണം. പ്രത്യേകിച്ചും ആളുകളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഏതൊരു വ്യാപാരം, ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള വ്യാപാരം എന്നുള്ളതല്ല, ജീവന് അത്രത്തോളം വില കൽപ്പിച്ചുകൊണ്ടാണ് ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കാരണം ഹോട്ടലുകളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് മറ്റ് സംരംഭങ്ങൾ, സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് സംരംഭങ്ങൾ നമ്മൾ ഒരുപാട് ഇളവ് ഗവൺമെൻറ് സർക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഒരു സീരിയസ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കണമെന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗം. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ലൈസൻസ്, ഹെൽത്ത് കാർഡില്ല, വാട്ടർ സാമ്പിൾ ഇല്ല, ലൈസൻസും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ കട പൂട്ടാനായിട്ടാണ് ഇവർക്ക് നോട്ടീസ് കൊടുക്കുന്നത്. പൂട്ടാൻ മാത്രമല്ല, പ്രോസിക്യൂഷൻ അടക്കമുള്ള ക്രിമിനൽ നടപടികളും തുടങ്ങാനായിട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് മേൽ നടപടികൾക്കായി ഫയൽ അയക്കുന്നതാണ്. കാരണം ഈ ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എണ്ണയ്ക്കകത്ത് നമ്മൾ മനുഷ്യരല്ലാതെ ഏതെങ്കിലും ജീവികൾ ലോകത്ത് ഭക്ഷണത്തിനോടൊപ്പം വിഷം ചേർത്ത് കഴിക്കും. അപ്പോൾ ആ ഒരു നടപടി ഇവിടെ ഉണ്ടായിരിക്കും. ഒരു കർശന നടപടികളിലേക്കായിരിക്കും പോകുന്നത്. ഇതിന് എന്താ പോകണ്ടല്ലോ അവിടെ കൊണ്ട് കമത്തി അതിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് അവിടെ ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സപ്ലൈ ചെയ്യാൻ പറ്റും. ശരീരം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തിന്നുന്നതാണ്. ഇവന്മാർ ആൾക്കാർ തിന്നത്തില്ല. അവരും ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. ഇതിന് നടപടി എടുക്കണം. ഈ കട പൂട്ടിക്കണം, ഇവന്മാരെ അകത്തുവാക്കണം. അല്ലെ വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നില്ല. സ്ഥലം എവിടെയാ? ആസാമിലല്ലേ? ആസാം. നമ്മുടെ സ്ഥലമോ? ഇവിടെ തന്നെ. സജീവേ അവരുടെ സാധനം മിച്ചം കണക്കുണ്ടായോ? ഇവന്മാർ പറഞ്ഞു കൊടുക്കും,